നരേന്ദ്രമോദി സർക്കാരിന്റെ 12ാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ പുരോഗതിക്കായി നൽകിയ വികസന മുന്നേറ്റങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രചാരണ പരിപാടികളുമായി ബിജെപി ജില്ലാ നേതൃത്വം. ജില്ലയിൽ വന്ദേ ഭാരത് ട്രെയിനിന് സ്റ്റോപ്പ് അനുവദിക്കുന്ന വിഷയത്തിൽ ഇടപെടുമെന്നും ജില്ലാ നേതാക്കൾ പറഞ്ഞു. വികസന സെമിനാറുകൾ, ലഘുലേഖ വിതരണം, പ്രദർശനങ്ങൾ തുടങ്ങിയവ സംഘടിപ്പിക്കും. മുൻ UPA സർക്കാർ നൽകിയതിൻ്റെ ഇരട്ടിയിലധികം സഹായങ്ങളാണ് നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് നൽകിയത്. ദേശീയപാത വികസനം, ജൽജീവൻ പദ്ധതി, കർഷകർക്കുള്ള പിന്തുണ, ഗ്യാസ് പൈപ്പ് ലൈൻ, ജൻ ഔഷധി കേന്ദ്രങ്ങൾ, ജെൻഡർ അക്കൗണ്ടുകൾ, റെയിൽവേ വൈദ്യുതീകരണം, മിനിമം താങ്ങുവില നടപ്പാക്കൽ, ഇങ്ങനെ പോകുന്നു പദ്ധതികൾ. ജില്ലയിൽ വന്ദേ ഭാരത് ട്രെയിനിന് സ്റ്റോപ്പ് അനുവദിക്കുന്ന വിഷയത്തിൽ ഇടപെടുമെന്നും BJP സംസ്ഥാന ഉപാധ്യക്ഷൻ V. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. എല്ലാ ജില്ലകളും പുനർവിഭജനം നടത്തണമെന്നാണ് നിലപാട്. ജില്ല വിഭജിക്കണമെന്ന് പറയുന്നതിന് പിന്നിലെ പശ്ചാത്തലം പരിശോധിക്കണമെന്നും നേതാക്കൾ മലപ്പുറത്ത് പറഞ്ഞു. 12 വർഷം പൂർത്തിയായതിൻ്റെ ദേശീയ തലത്തിൽ നടക്കുന്ന പരിപാടികളെക്കുറിച്ചും 12 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേട്ടങ്ങൾ, ആ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനു വേണ്ടിയുള്ള വിവിധ തരത്തിലുള്ള പരിപാടികൾ ദേശീയ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ റെക്കോർഡ് ഭേദിച്ച ഒരു സർക്കാരുമാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും അധികം ദിവസം പ്രധാനമന്ത്രിയായ മുൻ പ്രധാനമന്ത്രി നെഹ്റുവിൻ്റെ റെക്കോർഡ് നരേന്ദ്രമോദി ഭേദിച്ചിരിക്കുകയാണ്. ഇന്ന് ഏറ്റവും അധികം ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായ വ്യക്തി ശ്രീ നരേന്ദ്രമോദിയാണ് എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമായിട്ടാണ് എല്ലാവരും കാണുന്നത്. 3ാം തവണ തുടർച്ചയായി രാജ്യത്ത് അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി ഗവൺമെൻറ് ജനങ്ങളുടെ മാൻഡേറ്റ് ഏറ്റുവാങ്ങിക്കൊണ്ട് 12 വർഷം പിന്നിടുകയാണ്. ഈ 12 വർഷം പിന്നിടുന്ന സമയത്ത് നമ്മുടെ ഭാരതത്തിൻ്റെ അഭിമാനം, അന്തസ്സ് ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിലുള്ള ഭാരതീയരായിട്ടുള്ള മുഴുവൻ ആൾക്കാരും വളരെ അഭിമാനത്തോടു കൂടി ഞങ്ങൾക്കൊരു നാഥനുണ്ട് എന്ന രീതിയിൽ അഭിമാനത്തോടു കൂടി സംസാരിക്കുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും പോപ്പുലർ ലീഡർ എന്ന രീതിയിൽ നരേന്ദ്രമോദി അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും വളരെ ആരാധനയോടുകൂടിയും ബഹുമാനത്തോടു കൂടിയുമാണ് നരേന്ദ്രമോദിയെ കാണുന്നത്. മാത്രമല്ല, ലോകത്ത് ഏത് വിഷയമുണ്ടെങ്കിലും ശരി, അത് യുദ്ധമാണെങ്കിലും ശരി, രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയമാണെങ്കിലും ശരി, ആ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് ഇന്ന് ലോകം ഉറ്റുനോക്കുന്നത് നരേന്ദ്രമോദിയെ ആണ്. അദ്ദേഹം ലോകത്തിലെ ഏറ്റവും ശക്തനായ, ഏറ്റവും ജനകീയ പിന്തുണയുള്ള, ഏറ്റവും പോപ്പുലർ ലീഡറായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പശ്ചാത്തലത്തിൽ 12 വർഷം പിന്നിടുമ്പോൾ വളരെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് ഈ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി മോഡിയുടെ ഗവൺമെൻറ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സന്ദർഭത്തിൽ വ്യത്യസ്തമായ നിരവധി പരിപാടികളാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. സെൻട്രൽ ജില്ലാ അധ്യക്ഷരായ P. സുബ്രഹ്മണ്യൻ, K. രാമചന്ദ്രൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.